ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അടുത്തേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരണതാണ്. ഒരുപാടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് നോക്കിയാൽ തന്നെ കാണാം ഏത് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്, അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ കാര്യം പറയൂ, എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ അധികം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ രണ്ടുപേരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ തിരുമ്പട സൗണ്ടൊക്കെ കേൾക്കൂട്ടാ. അമ്മ നമ്മുടെ പെരുന്നാളാവാറായിട്ടുണ്ട്. പെരുന്നാളാവാറായപ്പോൾ തന്നെ അമ്മ അവിടെ മാറാല തട്ടല്. അപ്പോൾ ഈ റൂമിലത്തേക്ക് മാറാല, എനിക്ക് ഓൾറെഡി അലർജിയുടെ സീൻ ഉള്ളതുകൊണ്ട് തന്നെ റൂമിലെ മാറാലൊക്കെ തട്ടിയിട്ട് അമ്മ ഇനി ഇവിടെ ഇരുന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അമ്മ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഒക്കെ തല്ലി തിരുമ്പാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ടു വരാട്ടോ. അപ്പോൾ അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ കുറേ പേർക്ക് അറിയേണ്ടതുണ്ടായിരുന്നു നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കണമെന്നായിരുന്നു. അപ്പോൾ നമ്മൾ സബൈനിലാണ് കാണിക്കണം. കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്താണ് ഞാൻ സബൈനിൽ പോയിട്ട് കാണിക്കണത്. എനിക്ക് ഓർമ്മയിൽ വെച്ചിട്ട് നവംബർ 10-ാം തീയതി ഒന്നും അവിടെ പോയിട്ട് കാണിക്കണത്. 18-ാം തീയതിക്ക് അവർക്ക് ലാപ്രോസ്കോപ്പിക്കുള്ള ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. കാരണം മുന്നേ അബോർഷൻ ഉണ്ടായ കാരണം ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യണം, എന്നിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ അബോർഷൻ കഴിഞ്ഞിട്ടേക്ക് മറ്റേ DNCയോ പിന്നെ നമ്മൾ സാധാരണ മരുന്ന് കഴിച്ചിട്ടാണ് അത് ഫുള്ള് പോയിടുന്നത്. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് പോയിട്ടില്ല. അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും ലാപ്രോസ്കോപ്പി ചെയ്യണം എന്ന് അവർ സ്പോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളപ്പോൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ നവംബർ 18-ാം തീയതി എനിക്ക് ലാപ്രോസ്കോപ്പി കഴിഞ്ഞു. ഈ സമയത്തൊക്കെ ഞാൻ റെസ്റ്റിലാട്ടോ. കാരണം സ്റ്റിച്ചിൻ്റെ ഇത് എനിക്ക് ലാപ്രോസ്കോപ്പി സർജറി കഴിഞ്ഞേക്കാളും ഏറ്റവും കൂടുതൽ എനിക്ക് വേദനിച്ചത് സ്റ്റിച്ചായിരുന്നു. കാരണം എൻ്റെ സ്റ്റിച്ച് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റിച്ച് 8-ാമത്തെ ദിവസം പോയി വെട്ടാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ 8-ാമത്തെ ദിവസം പോയി വെട്ടിയപ്പോൾ എൻ്റെ സ്റ്റിച്ച് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. ആ സ്റ്റിച്ച് വെട്ടിയപ്പോൾ ഈ സംഭവം അങ്ങനെ വിടർന്നിരുന്ന പോലെ. അയ്യോ, അതങ്ങോട്ട് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാൻ കുറേ അന്ന് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ലാപ്രോസ്കോപ്പി കഴിഞ്ഞു വെച്ചെങ്കിൽ ഓരോ സൈക്കിളായിട്ട് ഓരോ മാസം ഫസ്റ്റ് സൈക്കിള്, സെക്കൻഡ് സൈക്കിള്, തേർഡ് സൈക്കിള്. ഫസ്റ്റ് സൈക്കിളിൽ നമ്മൾ ഇത് നോക്കിയിട്ടില്ല. കാരണം എനിക്ക് ആ സ്റ്റിച്ചിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ ആയ കാരണം നമ്മൾ കണ്ടയച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സൈക്കിള് എൻ്റെ തൊക്കി തോന്നുന്നത് ജനുവരി ആ മാസത്തിലായിരുന്നു. നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2-ാമത്തെ മാസത്തിലാണ് ഹാർട്ട് ബീറ്റിൻ്റെ ഇഷ്യൂ വന്നിട്ട് എനിക്കത് അബോർഷൻ ചെയ്യേണ്ടി വന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 3 മാസത്തെ ഗ്യാപ്പാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണ് നമ്മൾ തേർഡ് സൈക്കിള് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഈ അബോർഷൻ കഴിഞ്ഞ സമയത്ത് വെച്ചെങ്കിൽ എനിക്ക് എന്താ പറയുക, മെൻ്റലി ഞാൻ തീരെ ഓക്കെ ആയിരുന്നില്ല. കാരണം ഒരുപാട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാടുകളൊക്കെ കാണുമ്പോൾ വീണ്ടും അത് ഭയങ്കര മെൻ്റലി ഞാൻ ഡിപ്രസ്ഡ് ആയിരുന്നു. പിന്നെ ഇഷ്ടം പോലെ മരുന്നുകളുണ്ടായിരുന്നു. ആ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചേർത്ത് വരികയാണ്. അപ്പോൾ അതൊക്കെ എന്നെ മെൻ്റലി ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അർഷാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ തൊട്ടിട്ട് ഒരു മരുന്നും വേണ്ട, ഒന്നും വേണ്ട, എനിക്കിനി സമാധാനത്തോടെ ജീവിച്ചാൽ മതി. അങ്ങനെ ഞാൻ അർഷാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മരുന്ന് ഫുള്ള് കട്ട് ചെയ്തു. ഈ അബോർഷൻ കഴിഞ്ഞിട്ട് ആ അബോർഷൻ്റെ ഇത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് മാത്രമേ ഞാൻ കുടിച്ചിട്ടുള്ളൂ. അതിന് ശേഷമുള്ള ഒരൊറ്റ മരുന്ന് ഞാൻ കുടിച്ചിട്ടില്ല. അപ്പോൾ എന്തായെന്നറിയോ, അതിന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുറേ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പീരിയഡ്സ് ഒന്നും ഓക്കെ ആയിരുന്നില്ല. കാരണം മാസത്തിൽ 2 വട്ടം എന്ന് വെച്ചാൽ 3-4 ദിവസമാണ് എനിക്ക് എന്താ പറയുക പീരിയഡ്സ് ആവാതെ ഒരു ദിവസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പീരിയഡ്സ് ആയി അതും 10-14 ദിവസം നീണ്ട ബ്ലീഡിങ് ആവും. അത് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം ഗ്യാപ്പ് കിട്ടും. അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പീരിയഡ്സ് ആവും. അങ്ങനെ ആകെക്ക് തീരെ പറ്റാതെ, കാരണം ഇവിടെ മേത്തുനിന്നാണല്ലോ ഇങ്ങനെ രക്തം പോയോണ്ടിരിക്കണേ. അങ്ങനെ 2 മാസം ഞാനത് കൊണ്ടു നടന്നു. അത് പറയാച്ചെങ്കിൽ ഏപ്രിലും മെയ്യിലും ജൂൺ പകുതി വരെ ഞാൻ ആ സാധനം കൊണ്ട് നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും സബൈനിൽ പോയിട്ട് കാണിക്കണേ. അവിടെ പോയി കാണിച്ച് ഡോക്ടറുടെ വായിലിരിക്കണത് കംപ്ലീറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ബ്ലഡ് ഇങ്ങനെ പോകുമ്പോൾ എനിക്കത് എൻ്റെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കുന്നു പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനാണോ മരുന്ന് കഴിക്കേണ്ടത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറേ ചീത്ത കേട്ടിട്ടാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോഴും ഞാൻ ഇനിയിപ്പോൾ കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ ബേബി പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എല്ലാവർക്കും അറിയേണ്ടത് നമ്മുടെ ഓവുലേഷൻ ടൈം. എനിക്ക് സത്യം പറയാച്ചെങ്കിൽ ഓവുലേഷൻ ടൈം പോലും എനിക്ക് അറിയേണ്ടായിരുന്നില്ല. ഈ ഓവുലേഷൻ പീരീഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ മെൻസസ് ആയതിൻ്റെ നമ്മൾ 13-ാമത്തെയോ ചിലവർക്ക് 13-11 സ്റ്റാർട്ട് ചെയ്യണവരുണ്ട്. മിക്കവർക്കും 14-ാമത്തെ ദിവസം തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഇതിൽ നമുക്ക് 2 പേർക്കും അറിയില്ല നമ്മുടെ ഓവുലേഷൻ ഡേറ്റ് എന്താ ഒരു ഐഡിയ ഇല്ല. പിന്നെ ഇപ്പം എനിക്ക് കമൻറ്റ് വരണതാണ്, മുന്നേ എനിക്ക് വന്നിരുന്നില്ല. ഞാൻ പ്രഗ്നൻസി റിവീൽ ചെയ്ത സമയത്തൊന്നും ഈ റിയാക്ഷൻ വീഡിയോയുടെ കാര്യം ചോദിച്ചിട്ട് എനിക്ക് കമൻറ്റ് വന്നിരുന്നില്ല. ഇപ്പോൾ വരുന്ന കമൻറ്റാണ്, ആര്യ ചേച്ചിയുടെ റിയാക്ഷൻ വീഡിയോ കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണെന്നൊക്കെ. സത്യം പറയാൻ ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ വീഡിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം, മറ്റേ UPT-ൻ്റെ സംഭവം എല്ലാവരും എടുത്ത് വെക്കും. കാരണം നമുക്കത് ഫ്രെയിം ചെയ്യാനും അതൊക്കെ ഒരു മെമ്മറി അല്ലേ. ആ സാധനം വരെ എൻ്റെ അടുത്ത് ഇല്ല സത്യം പറയാച്ചെങ്കിൽ. എൻ്റെ കഴിഞ്ഞ 4 എണ്ണത്തിൻ്റെയും ഞാനൊക്കെ എടുത്ത് അലമാരിയിൽ സുരക്ഷിതമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മാത്രം ഒന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. കാരണം ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സമയത്താണ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഞാൻ അറിയുന്നത്. ആദർശാൻ്റെ എല്ലാ റിയാക്ഷൻസും ഞാൻ എടുത്ത് വെക്കാറുണ്ട്.
കേട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഭയങ്കര നമുക്ക് നല്ലൊരു ഇതല്ലേ, ആദർശേട്ടൻ എപ്പോൾ കണ്ടാലും പോസിറ്റീവായി കണ്ട ആദർശേട്ടൻ അപ്പം കരയും. അത് നമുക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. പക്ഷെ ഇതിൻ്റെന്ന് വെച്ചാൽ എനിക്ക് എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. സംഭവം എന്ന് വെച്ചാൽ ഒന്നാമത് എൻ്റെ ഹെൽത്ത് തീരെ ഓക്കെ ആയിരുന്നില്ല. ഒരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ടായിരുന്നു. ആര്യ മുകളിലിരുന്നു, ആര്യ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയൊരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. ഞാൻ എൻ്റെ പ്രഗ്നൻസിയുടെ ജേർണി ആയിട്ടോ പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ആദർശേട്ടൻ ഏതാണ്ട് ഞാൻ മെൻസസ്സായ സമയവും അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ആലോചിച്ച് സെറ്റാക്കാറുണ്ട് കേട്ടോ. ഒക്കെ ആദർശേട്ടൻ തന്നെയാണ്. ആദർശേട്ടൻ എല്ലാത്തിനും ഭയങ്കര കണക്കൂട്ടില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ ആദർശേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം, പക്ഷെ ഇപ്പോൾ പോസിറ്റീവ് ആയാലോ. പക്ഷെ എൻ്റെ മനസ്സിൽ അപ്പോഴും ഇത് പോസിറ്റീവ് ആവില്ല. കാരണം എനിക്ക് ഓവുലേഷനോ കാര്യങ്ങളോ ഒന്നും ഒരു ഐഡിയ ഇല്ല. മുന്നത്തേലൊക്കെ നമുക്ക് ഓവുലേഷനോ കാര്യങ്ങളോ ആ സംഭവം അറിയണ കാരണം നമുക്കത് ഒരു ഹോപ്പ് ഉണ്ടാവും. പക്ഷെ എനിക്ക് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എന്നാൽ ആദർശേട്ടൻ ഒരു ഉള്ളിലൊരു ഇതുണ്ടായിരുന്നു, അത് പോസിറ്റീവ് ആയാലോ നമുക്ക് ജസ്റ്റ് നോക്കാം. എന്നിട്ട് എനിക്ക് ആ സമയത്ത് എന്ന് വെച്ചാൽ എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ടായിരുന്നു. കൈ പൊള്ളിയിട്ട് ചെറിയൊരു പൊള്ളലാണ്. പക്ഷേ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കൈ പൊള്ളി കഴിഞ്ഞു വെച്ചാൽ രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കില്ല വേദന കൂടുക. അതിൻ്റെ സമയത്ത് ചുറ്റോറും ഇങ്ങനെ വെള്ള കളറ് ചെറിയൊരു പഴുപ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഴുപ്പ് വന്നാൽ തന്നെ നമുക്ക് മേലൊക്കെ ഉള്ളിൽ പനിക്കുക, അങ്ങനത്തെ ഒരു വൃത്തികെട്ട ഫീലിംഗ് ആവും. തീരെ വയ്യായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ് എൻ്റെ മൂത്രച്ചൂട്. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇന്നലെ വരെ ഞാൻ മൂത്രച്ചൂട് എടുത്തിട്ട് സൈഡായിട്ട് ഇവിടെ മറ്റേ തണുത്ത വെള്ളമില്ലേ പാത്രത്തിൽ, വലിയ പാത്രത്തിൽ കുറെ ഐസും വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുകയായിരുന്നു ഞാൻ. ഭയങ്കര ബുദ്ധിമുട്ടാക്കി. ഇപ്പോഴും യൂറിൻ ഇൻഫെക്ഷൻ്റെ കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ സമയത്തും ഇതേപോലെയൊക്കെ മൂത്രച്ചൂടിൻ്റെ ഒരു പ്രശ്നം വന്നു. അതും എനിക്ക് വരിക എപ്പോഴാണെന്നറിയോ, പുലർച്ചയ്ക്ക്. ഇപ്പം നമ്മൾ പുലർച്ചയ്ക്കൊക്കെ ഒന്നിന് പോകാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ പോയി, പിന്നെ അങ്ങോട്ട് കുറച്ച് യൂറിൻ പോവുക. അത് ഭയങ്കര ഇടങ്ങേറുള്ള ഒരു കാര്യമാണ്. ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ ആദർശേട്ടൻ അന്നേരം പുലർച്ചെ സംഭവം നമ്മൾ ഈ UPD ടെസ്റ്റ് ചെയ്യുമ്പോൾ രാവിലെ ടെസ്റ്റ് ചെയ്താലാണ് അതിൻ്റെ കറക്റ്റ് അറിയാമെന്നാണ് എല്ലാവരും പറയാറ്. അപ്പോൾ ആദർശേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രാവിലെ നേരെ എനിക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതൊന്നും ടെസ്റ്റ് ചെയ്യണമെന്ന് കൊണ്ട് ആ സംഭവം വാങ്ങിച്ചവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം വാങ്ങിച്ചതൊക്കെ ഞാൻ മറന്ന്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ വേദന എടുക്കുക. എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ഒരു 3 മണിക്കുമ്പോഴാണ് ഞാൻ മൂത്രം വെച്ചിട്ട് വന്നപ്പോൾ തൊട്ടിട്ട് എനിക്ക് ഭയങ്കര വേദന. പിന്നെ നമുക്ക് ചൂടുവെള്ളം എടുക്കാനൊന്നും താഴെ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഞങ്ങളുടെ റൂമിൽ കെറ്റിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ കെറ്റിൽ ചൂടുവെള്ളം വെക്കും. ചൂടുവെള്ളം വെച്ച് കഴിയുമ്പോൾ ഭയങ്കര ആശ്വാസമാണ്. അത് കഴിഞ്ഞാലും ആ ഒരു കുറച്ച് നേരത്തെ ഒരു സമാധാനമായി കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് ശേഷം മൂത്രം പോവും. അപ്പോൾ പിന്നെ ഭയങ്കര വേദനയും അങ്ങനെ തുള്ളി മുതൽ ഭയങ്കര ഇടങ്ങാറുള്ളൊരു കാര്യം. നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് അറിയാലോ അതിൻ്റെ വേദന, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ആ സമയത്ത് എനിക്ക് വെച്ചാൽ ആദർശേട്ടൻ പറയണ്ട, ആദർശേട്ടൻ എന്നെ പിടിച്ച് വെക്കുക, മൂത്രമൊഴിക്കല് എന്ന് പറഞ്ഞിട്ട്. അത് കാരണം ആ സമയത്ത് ടെസ്റ്റ് ചെയ്താൽ മതി. ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് കിട്ടില്ല. നീ ഇപ്പം എത്രാമത്തെ വട്ടം അങ്ങനെ യൂറിൻ പാസ് ചെയ്യണേ, അപ്പോൾ അത് കറക്റ്റ് കിട്ടില്ല. പക്ഷേ എനിക്കിത് പറ്റുന്നില്ല. എനിക്ക് വെച്ചാൽ കുറച്ച് മാത്രം പോയാലാണ് എനിക്ക് സമാധാനം. എന്നിട്ട് ഞാൻ ചൂടുവെള്ളം വെച്ച് കഴുകുക. അങ്ങനെ ഒരു 5 മണി 5:30 വരെ ഞാൻ ഈ ഒരു കളി തന്നെയായിരുന്നു, ചൂടുവെള്ളം വെച്ച് കഴുകുക. അങ്ങനെ എന്നിട്ട് ആദർശേട്ടൻ നീ എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചീത്ത പറഞ്ഞിട്ട് ആദർശേട്ടൻ അങ്ങനെ കിടന്നു തുടങ്ങിയിട്ടാ. അപ്പോൾ പിന്നെ ഞാൻ ഈ സംഭവം അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് കാണുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ആകാംക്ഷ ഉണ്ടാവുമല്ലോ. പക്ഷേ പോസിറ്റീവ് ആവില്ല എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വെറുതെ എടുത്തിട്ട് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് നോക്കിയപ്പോൾ അധികം കാര്യങ്ങളൊന്നും ഇല്ല. 2 മിനിറ്റ് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ അതിൽ ജസ്റ്റ് ഒരു ലൈറ്റ് വരാം. അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി, സത്യം പറയാ വെച്ചെങ്കിൽ ഇത് ഇങ്ങനെ കാണിച്ചു വെച്ചാൽ അത് പോസിറ്റീവ് ആവാറുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ആകെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. പിന്നെ എന്താ ഇപ്പോൾ ചെയ്യുക, ആകെ ഒരു കൺഫ്യൂഷൻ ആയിട്ടോ. പിന്നെ എനിക്ക് വയ്യേനും, പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയായി. അപ്പോൾ ഞാൻ ആദർശേട്ടനെ വിളിച്ചിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, ആദർശേട്ടനെ കാണിച്ചു കൊടുത്തു. ആദർശേട്ടൻ അത് ചെറിയ വര വന്നിട്ടുണ്ട് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഫോണിൽ വെറുതെ ഫോട്ടോ എടുത്തു. അതിൻ്റെ ഫോട്ടോ എടുത്തു. വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ഒരു മെന്റലി ആ സമയത്ത് ഓക്കെ ആയിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു. ആ സമയത്തേക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തോ ഭാഗ്യത്തിന് വെറുതെ ഒരു ഫോട്ടോ എടുത്തു. അത് അവിടെ വെച്ചു. അതിന് ചെറിയൊരു ലൈറ്റായിട്ടൊരു വര ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഉറക്കം ഉറങ്ങി. കാരണം ഇത്രയും രാവിലെ പുലർച്ചേലത്തെ ഉറക്കമൊന്നും റെഡി ആവാത്ത കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ 6:30 ഞാൻ കിടക്കുന്നത് സുഖമായിട്ട്. അങ്ങനെ കിടന്നിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ആദർശേട്ടന് രാവിലെ ആകുമ്പോൾ എനിച്ചപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പോവാം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അതിന് മുന്നേ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, എൻ്റെ കയ്യെ ആദ്യം പോയി കാണിക്കണം. കാരണം കയ്യെ മറ്റേ മുറി പൊള്ളിയ കാരണം മരുന്ന് വെക്കാതെ എനിക്ക് തീരെ പറ്റുന്നില്ല. കാരണം എനിക്ക് അത് തീരെ വയ്യ തന്നെ പറഞ്ഞു. അപ്പോൾ ആദർശേട്ടൻ പറയുന്നത് നമുക്ക് ചെറുപ്പേ പോവാം. എന്നിട്ട് ഞാനും ആദർശേട്ടനും കൂടിയിട്ട് ചെറുപ്പേ ഹോസ്പിറ്റലിൽ പോയി കൈ പൊള്ളി എൻ്റെ മരുന്ന് വാങ്ങിച്ചു. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണത്. ആദർശേട്ടനെ കുറേ പിടിച്ച് വലിച്ചു അവിടെ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, ഇങ്ങോട്ട് വന്നതല്ലേ എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ആ സമയത്തേക്ക് ആ ടെസ്റ്റ് ചെയ്യാനേ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല സത്യം പറയാ. ഞാൻ പറഞ്ഞു ഇപ്പം എനിക്ക് തീരെ ഓക്കെ അല്ല. ഈ സമയത്തൊക്കെ ചിലപ്പോൾ HCG ടെസ്റ്റ് ചെയ്ത് വെച്ചു അതിൻ്റെ വാല്യൂസിൻ്റെ ഒക്കെ വേരിയേഷൻ വരാം.
അപ്പോൾ നമുക്ക് പിന്നെ ടെസ്റ്റ് ചെയ്യാം, 2 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പാരസെറ്റാമോൾ കഴിച്ചു. ഞാൻ കുറച്ച് നേരം ഞാൻ പോയി കിടന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ ആദർശേട്ടൻ പുറത്ത് പോയിട്ടാ വണ്ടിയുടെ എന്തോ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയി കിടന്നു. അത് കഴിഞ്ഞിട്ട് ആദർശേട്ടൻ ഉച്ചയാകുമ്പോൾ വന്നു. ഉച്ചയാകുമ്പോൾ വന്നിട്ട് വീണ്ടും എന്നെ വിളിച്ചോണ്ട് ഇത് ടെസ്റ്റ് ചെയ്യാം. ആദർശേട്ടൻ അത് ഭയങ്കര പോസിറ്റീവ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് അച്ഛനെ തീരെ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ നോക്കാൻ വേണ്ടിയിരിക്കായിരുന്നു. അങ്ങനെ ആദർശേട്ടൻ നിർബന്ധിച്ചിട്ട് എന്നെ വീണ്ടും ചെറുപ്പയ്ക്ക് കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ പിന്നെ വീണ്ടും എനിക്ക് വേണ്ട, ഞാൻ നോക്കിയില്ല, പിന്നെ നോക്കാൻ വേണ്ടി ഞാൻ വീണ്ടും അവിടെ നിന്ന് കിടക്കുന്നു. കാരണം ഒന്നാമത് എനിക്ക് വയ്യ, അതിൻ്റെ കൂടെ ഇഞ്ചക്ഷൻ കൂടി കുത്തുമ്പോൾ വയ്യ, നമുക്ക് നോക്കാം, പിന്നെ വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആയിരുന്നോണ്ട് എൻ്റെ ഒരു പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിയണത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ സഭയിൽ പോയി, നമ്മൾ കാണിച്ചു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, നല്ല വാല്യൂസ് HCG ഒക്കെ നല്ല വാല്യൂ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് ടെൻഷനാണ് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു ഇതുള്ള കാരണം നമുക്ക് എന്താവും ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും നമുക്ക് 2 പേർക്കും ഭയങ്കര ടെൻഷനാണ്. 2 പേർക്കല്ല അമ്മയ്ക്കും ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ എപ്പോൾ പോവാച്ചെങ്കിലും അമ്മ ഒപ്പം വരും. കാരണം എന്ന് വെച്ചാൽ അമ്മയ്ക്കും ഭയങ്കര പേടി കൂടുതലാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഞാൻ പിന്നെ ഒരു 3 മാസത്തോളം ഒരുപാട് മെൻ്റലി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് കാരണം കേട്ടോ. യൂട്യൂബിൽ എന്താ പറയുക, അമ്മാതിരി കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതാച്ചാൽ എനിക്ക് ഞാൻ വേറെ എല്ലാവരുടെ വീഡിയോസൊന്നും കമൻസ് നോക്കാൻ പോകില്ല. എൻ്റെ വീഡിയോസിന് കമൻസ് വരുമ്പോൾ എന്തായാലും ഞാൻ കാണുമല്ലോ. അതിപ്പോൾ മെൻ്റലി ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. എന്ന് വെച്ചാൽ ആ സമയത്ത് ആദർശേട്ടൻ ഭയങ്കര എന്നെ നോക്കാം, ആദർശേട്ടൻ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടായിരുന്നത്. എത്രയായാലും എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ആദർശേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഹാപ്പിയാണ്. എത്ര സ്ട്രഗിൾ ചെയ്താലും അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. ഞാനും ആദർശേട്ടനും കൂടി നിൽക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഇടക്കിടക്ക് പ്രഷർ കൂടുക. ചില കമൻസ് കാണുമ്പോൾ നമുക്ക് വിഷമിച്ച് ഒരുമാതിരി ആകുമ്പോൾ പ്രഷർ കൂടിയിട്ട് എന്നെ 2 വട്ടം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടും എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സംഭവം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പ്രഷർ കൂടുക, പിന്നെ ഇഞ്ചക്ഷൻ എടുക്കുക, അങ്ങനെ ഇട്ട് തീരെ പറ്റണില്ല. ഞാൻ ഫുൾ കരച്ചില് മറ്റേ. അപ്പോൾ ആദർശേട്ടൻ അത് വെച്ചാൽ തീരെ സമാധാനമില്ല. അങ്ങനെ അതുവരെ ആദർശേട്ടൻ ആരുടെ അടുത്തും പറയണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം രാത്രിയാകുമ്പോൾ ആദർശേട്ടൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു, അമ്മ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എനിക്ക് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല, എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞു, നീ ഇങ്ങോട്ട് കൊണ്ടുവന്നോ, ഇവിടെ എന്താക്കാൻ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ എന്താ അറിയോ, ഞാൻ കരയുമ്പോൾ ആദർശേട്ടൻ എന്നെ സമാധാനിപ്പിക്കാൻ ഭയങ്കര ഒരു ഇതാ. അപ്പം ഞാൻ കൂടുതൽ കരയുക ചെയ്യാം. പക്ഷെ എൻ്റെ അമ്മയുടെ അടുത്ത് നടക്കില്ല. ഞാൻ കരയണാകുമ്പോൾ എൻ്റെ അമ്മ 2 ചീത്ത പറയുക. അപ്പം ഞാൻ പിന്നെ സൈലൻ്റ് ആയിട്ട് മിണ്ടാതിരുന്നോളും. അങ്ങനെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ പോന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ചേച്ചിമാർ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ കുറേ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കും. ചില സമയത്ത് നമുക്ക് കൊടുക്കാൻ വയ്ക്കില്ല. കാരണം നമ്മുടെ വിഷ് ലിങ്കിൻ്റെ കാര്യങ്ങളും അവരുടെയൊക്കെ ലിങ്ക് സെൻഡ് ചെയ്യുമ്പോൾ കുറേ മെസ്സേജുകളൊക്കെ താഴെ പോകും. അപ്പോൾ കുറേ ഒന്നും ഞാൻ എടുത്ത് നോക്കി ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല. പക്ഷേ എനിക്കൊരു ചേച്ചി ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ 5th മന്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. അപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് നോർമലായിട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ കണക്കൂട്ടി നിൽക്കുക, ആരിപ്പോൾ വീട്ടിൽ വന്നിട്ട് 5 മാസമായില്ലേ ചോദിച്ചു. അപ്പോൾ ആ വന്ന് അപ്പോൾ 5ാമത്തെ മാസം ആവാറായിട്ടുണ്ടാവില്ലേ പറഞ്ഞു. അപ്പോൾ ഞാൻ ആവാറായി എന്നിങ്ങനെ പറഞ്ഞിട്ടാ. അപ്പോൾ ആളെൻ്റെ അടുത്ത് അപ്പോൾ അതുവരെ എൻ്റെ അടുത്ത് ഭയങ്കര കൂളായിട്ട് സംസാരിച്ചിട്ട് പിന്നെ ആളെൻ്റെ അടുത്തൊരു വർത്താനാ, അദ്ദേഹം സന്തോഷിക്കൊന്നും വേണ്ട, എനിക്ക് 5ാം മാസത്തിലാണെങ്കിൽ 3 മാസം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, 5ാം മാസത്തിലാണ് എന്നിട്ടോ സ്കാനിങ്ങിലാണ് ഉണ്ണിക്ക് എന്നിട്ടോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വയ്ക്ക് പ്രസവിപ്പിച്ചേക്ക് കളയണം അങ്ങനെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് അങ്ങോട്ട് പേടിപ്പിച്ച ആള്. അതുവരെ എനിക്കൊരു കുഴപ്പമുണ്ടാകും, നമുക്ക് ടെൻഷൻ ഉണ്ടാവും, നല്ല ടെൻഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ചയിൽ 5ാമത്തെ മാസത്തെ സ്കാനിങ് ആണ്. അപ്പോൾ ഇതും കൂടി കേട്ടപ്പോൾ എനിക്ക് തീരെ പറ്റുന്നില്ല. കാരണം എനിക്ക് ഓവർ തിങ്ക് ഒന്നാമതേ കുറച്ച് കൂടുതലാണ്. ഇതിങ്ങനെ ആലോചിച്ചിട്ട് അതുപോലെ ചിലവർ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, നമുക്ക് മെസ്സേജ് അയക്കണവർ. ചിലവർ ഭയങ്കര സ്നേഹത്തിൽ, ചിലവർ നമ്മുടെ സ്വന്തം വീട്ടിലത്തെ ആളുടെ പോലെ കണ്ടിട്ട് നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം മോളെ അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞിട്ടും. ചിലവർ ഈ ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്, നമ്മളതിനെ ഇല്ലാത്ത ടെൻഷനിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആൾക്കാർ. അത് കാരണം ഞാനിപ്പോൾ ഓവറായിട്ട് ഇൻസ്റ്റയിലൊന്നും ആർക്കും അധികം മെസ്സേജ് അയച്ചിരിക്കാറില്ല കേട്ടോ. എനിക്ക് ഇമെയിലായിട്ടും അതൊക്കെ നല്ല ചേച്ചിമാരാട്ടെ, ഇമെയിലായിട്ട് മോള് ഭക്ഷണം കഴിച്ചോ അങ്ങനെയാണ്. ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരാവണം. എനിക്ക് ഇന്നിടക്കൊക്കെ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്താക്കുക എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാരുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ടൈപ്പുകളുടെ ആൾക്കാരുണ്ട് നമ്മൾ കൂടുതൽ ടെൻഷനിലേക്ക് എത്തിക്കണത്. അതുവരെ ഒരു കുഴപ്പമില്ലാത്തിരിക്കണ ഞാനായിരുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് 5ാം മാസത്തിലാണ് എനിക്ക് വന്നത്, അധികം സന്തോഷിക്കൊന്നും വേണ്ടാന്ന്. അത് കേട്ടപ്പോൾ എൻ്റെ കിളി പോയി. അങ്ങനെ എനിക്ക് വീണ്ടും വയ്യാതെയായി, പ്രഷർ കൂടി, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ നല്ലതാണോ എന്താണോ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ അടിപൊളിയാണ്. പക്ഷെ ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ പറയാനിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ
നമുക്കെന്ന് വെച്ചാൽ നമ്മൾ കുറേ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട്, അതിലൊന്നും നമുക്കൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴും നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, എന്താവുമെന്ന്. പിന്നെ നാം പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾക്ക് ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റാവുന്ന അങ്ങേയറ്റം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കമൻറ്റിലൂടെയാണ് കുറേ ചേച്ചിമാർ കമൻറ്റ് ചെയ്യാറുണ്ട്, നിങ്ങളിങ്ങനെ ഇതാവാച്ച് നിങ്ങളൊന്ന് ഈ അമ്പലത്തിൽ ആ അമ്പലത്തിൽ എന്നൊക്കെ. പക്ഷെ ആ ചിലവർക്ക് വിശ്വാസം ഉണ്ടാവില്ല, ചിലവർക്ക് വിശ്വാസം ഉണ്ടാവട്ടെ. പക്ഷെ നമ്മളിങ്ങനെ പോകുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ കേൾക്കണ കാര്യമാണ് നാഗദോഷമുണ്ട് നമുക്ക് എപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ എൻ്റെ ഒരു അനുഭവം ആർക്കെങ്കിലും ഒരു ദാവാച്ചങ്ങനെ ആയിക്കോട്ടെ വെച്ചിട്ടാ. നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യം നമ്മൾ അതേപോലെ വൃത്തിക്ക് എല്ലാ കാര്യവും മരുന്നാച്ചെങ്കിലും എല്ലാതും വൃത്തിക്ക് നന്നായിട്ട് കഴിക്കുക. അതിൻ്റെ കൂടെ ഇതുപോലെ വല്ലതും ഫസ്റ്റ് ഞങ്ങൾ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തിടുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് എന്താ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് എന്താ കാര്യങ്ങൾ എന്താണെന്നും നമുക്ക് അറിയുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു സൈഡും കൂടി ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, നാഗദോഷത്തിനുള്ള പരിഹാരങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ മണ്ണാറശാല അമ്പലം ഉണ്ടല്ലോ, ഞങ്ങൾ പത്തനംതിട്ടയിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ മണ്ണാറശാല പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതും മണ്ണാറശാലയിലൊക്കെ നമുക്ക് മക്കളില്ലാത്തവർക്കാണ് അവിടെ ഉരുളി കമിഴ്ത്തുക അങ്ങനത്തത്. പക്ഷെ നമുക്ക് എന്ന് വെച്ചാൽ ഒരു വട്ടം പോലും അബോഷനോ ഗർഭം ധരിക്കാത്തവർക്കാണ് ഈ ഉരുളി കമിഴ്ത്തുന്ന ചടങ്ങ് കേട്ടോ. അല്ലാത്തവർക്ക് എന്തോ ചന്ദനമുട്ടി ഗർഭം നന്നായി പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ പോയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോകട്ടോ, കാരണം നമ്മുടെ സെയിം സിറ്റുവേഷൻ അനുഭവിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് അത് എങ്ങനെയെങ്കിലും ഒരു പോസിറ്റിവിറ്റി എനിക്ക് കൊടുക്കാൻ പറ്റിയ ചെങ്ങ, അതുകൊണ്ട് ഞങ്ങൾ പറയണം ഞങ്ങളുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ മണ്ണാർശാല പോയിട്ട് മറ്റേ ചന്ദനമുട്ടി സംഭവമൊക്കെ സമർപ്പിച്ചു. അധികം പൈസയോ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, ചെറിയൊരു പൈസയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായി പ്രാർത്ഥിച്ചു. അങ്ങനെ നാഗദോഷത്തിൻ്റെ ഒരു ഭാഗം ഞങ്ങൾ ക്ലിയർ ആക്കി. അതിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആവണത് കേട്ടോ. അപ്പോൾ ആ ഒരു വിശ്വാസം കൊണ്ട് എനിക്ക് എന്താ പറയുക, നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ ഒപ്പം ചെയ്യണതിൻ്റെ ഒപ്പം നമ്മൾ നന്നായി ദൈവത്തിനോട് നന്നായി പ്രാർത്ഥിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ പറയണം നന്നായിട്ടുണ്ടായിരുന്നു. ഈ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ മാറ്റിയാലോ എന്താ ചെയ്യാന്നൊക്കെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ പിടിച്ചിട്ടുള്ള സമയത്താണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. കാരണം നമ്മളന്ന് പത്തനംതിട്ടയിൽ പോയിട്ട് തിരിച്ചു വരണ വഴിക്കായിട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളവിടെ പോയപ്പോൾ കുറേ പേര് ഉന്നോളനെയൊക്കെ കൊണ്ടിട്ട് വഴിപാട് തീർക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് അവരുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എവിടെയൊക്കെ കാണിക്കണമെന്ന് ഞങ്ങൾ ആദ്യം ചോദിച്ചേ. അപ്പോൾ കാരണം കുറേ ഏജ് ആയിട്ടുള്ള ആൾക്കാരാട്ടോ, ചിലപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഏജുള്ള ചേട്ടന്മാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ദർശനം പോയി ചോദിച്ചപ്പോൾ അവരൊക്കെ സഭയിലാണ് കാണിച്ചിരുന്നത് പറഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര പോസിറ്റിവിറ്റി. അതുവരെ നമ്മൾ ഹോസ്പിറ്റലിൽ മാറ്റിയാലോ അങ്ങനെയൊക്കെ ഒരു ഇതിലാണ് നിൽക്കണ്ടായിരുന്നത്. നമ്മൾ ഈ സഭയിൽ എന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര നമുക്ക് കൂടുതലായിട്ടുള്ള നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആവും. എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാച്ചെങ്കിൽ അവർ ഞങ്ങളുടെ മെയിനായിട്ടുണ്ടായിരുന്നത് എല്ലാവരും ചെന്ന് എന്താ പറയുന്നത്, നമുക്ക് ഏജ് ആയിട്ടില്ലല്ലോ, നിങ്ങൾക്ക് പ്രായമായിട്ടില്ലല്ലോ, 21 വയസ്സൊക്കെ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ, 21 വയസ്സില്ലല്ലോ, ഇപ്പം എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവണേ അങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ ഇപ്പം അങ്ങനെ പോയി ഇപ്പം 2 വർഷം കഴിഞ്ഞു, ഇപ്പം 23 വയസ്സായിട്ടോ. അപ്പോൾ നമുക്കത് അവരിങ്ങനെ നമ്മളതിനെ സാരില്ല പോട്ടെ എന്നുള്ള രീതിക്കാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് സമയമുണ്ട് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ പോകുമ്പോൾ ഇവർ നമുക്ക് കൂടുതൽ കെയറിങ്ങും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിർത്താനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. അപ്പം അത് കാരണം നമുക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് കേട്ടോ സഭയിൽ. ഇപ്പം ഞാൻ സഭയിൽ നിന്ന് മാറ്റി കാണിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ദൂരമുണ്ട് അങ്ങോട്ട് എത്തിക്കിട്ടണമെങ്കിൽ. കാരണം 3-ാം മാസം വരെ ഞാൻ സഭയിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നേ. അതുവരെ ഇവിടുന്ന് രാവിലെ ആകുമ്പോൾ പോവും. അതിൻ്റെ വീഡിയോസ് ഞാൻ അതിൻ്റെ ഇടയിൽ ചേർക്കാം കേട്ടോ. അതിന് എടുത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ ആകുമ്പോൾ ഇവിടെ നിന്ന് പോവും. അതേപോലെ തന്നെ ഇങ്ങോട്ട് എത്തുമ്പോൾ ഏതാണ് 4 മണി, ഇവിടെ നിന്ന് ഒരു 6 മണിക്കാകുമ്പോൾ ഇറങ്ങും കേട്ടോ. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരു 4:30-5 മണിക്കാവും. അതുവരെ ഇത്രയും ലോങ് ആയിട്ടുള്ള ഡ്രൈവല്ലേ, എനിക്ക് തീരെ വയ്യാതെയാവും. ഞാൻ ഛർദ്ദിച്ചൊരു വിധം. അങ്ങനെ 3-ാം മാസം വരെ നമ്മൾ അവിടെ കാണിച്ച് നമുക്ക് ഏറെക്കുറെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റായപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടുന്ന് വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലുണ്ട്, നെയിൽ ഹോസ്പിറ്റൽ കേച്ചേരി. ഇപ്പോൾ അവിടെയാണ് കാണിക്കുന്നത്. പ്രഗ്നൻസി പോസിറ്റീവ് ആയതിനു ശേഷം എനിക്കൊരു 3 ആഴ്ചത്തോളം 2 ദിവസം കൂടുമ്പോൾ നമ്മുടെ HCGന്റെ വാല്യൂ ഡബിൾ ആവുണ്ടോ നോക്കണമായിരുന്നു കേട്ടോ. അത് കാരണം മര്യാദയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുത്തി കൈയൊക്കെ ആകെ എന്തോ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മൾ പോകുന്നത് നമ്മുടെ 6ാമത്തെ ആഴ്ചയിലെ സ്കാനിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 6ാമത്തെ ആഴ്ചയില്, 8ാമത്തെ ആഴ്ചയില്, അതുപോലെ തന്നെ 10, 12 അങ്ങനെ ആഴ്ചയിലൊക്കെ എനിക്ക് മിക്കതും സ്കാനിങ് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഈ 6th വീക്കിലെ സ്കാനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണി നമ്മുടെ യൂട്രസിന്റെ അകത്താണോ പുറത്താണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കാനിങ് ആയിരുന്നു കേട്ടോ. അപ്പൊ
അതിന് പോകുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനുണ്ട്. ടെൻഷൻ എന്ന് വെച്ചാൽ എന്താ, ഭയങ്കര ഒരു മാതിരി അവസ്ഥയാണ്. പിന്നെ അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ആകെ ടയേർഡാവും, കാരണം നല്ല ദൂരമുണ്ട്. നമ്മൾ മലപ്പുറം താനൂർ ഹോസ്പിറ്റലാണ് കേട്ടോ, താനൂരുള്ള സബൈൻ ഹോസ്പിറ്റലാണ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ലാപ്രോസ്കോപ്പി സർജറി ഒക്കെ കഴിഞ്ഞത് മൂവാറ്റുപുഴയുള്ള സബൈൻ ഹോസ്പിറ്റലായിരുന്നു. പിന്നെ നമ്മുടെ താനൂര് അതിന് ശേഷമാണ് ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ താനൂരിക്കായിട്ടോ നമ്മൾ കാണിക്കണം. എനിക്ക് ഛർദി ഉണ്ടോയെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിട്ടാ. എനിക്കൊരു 4 മാസം വരെ നല്ല ഹെവി ഛർദി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ഞാൻ ഛർദിച്ചിട്ട് ആകെ സൈഡായിട്ടുണ്ടാവും. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയണത് ചിലപ്പോൾ എൻ്റെ ഛർദിയുടെ സൗണ്ട് കേട്ടിട്ടാവും കേട്ടോ. അമ്മാതിരി ഒച്ചയിലാണ് കാണിച്ചിട്ട് ഇങ്ങനെ ഛർദിക്കുക. ഞങ്ങൾ ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും ആദർശേട്ടൻ പോയിട്ട് വേഗം ഡോക്ടറെ കാണിക്കാണ്ട് ഷീറ്റും അതുപോലെ തന്നെ സ്കാനിങ്ങിൻ്റെ പിന്നെ ഇന്ന് കുറേ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ആദ്യം ബില്ല് ചെയ്യണമല്ലോ. അപ്പോൾ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എനിക്ക് പിന്നെ ഇഞ്ചക്ഷൻ കുത്തി അതൊക്കെ ശീലമായേക്കായിരുന്നു. പിന്നെ അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമാണ് എനിക്ക് ഏറ്റവും ടെൻഷൻ. സ്കാനിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞു വെച്ചെങ്കിൽ പിന്നെ പുറത്തിരിക്കുന്ന ആൾക്കാരുടെ കഥ പറയേണ്ട ആവശ്യമില്ല കേട്ടോ. 2 പേരും ടെൻഷൻ അടിച്ചിട്ട്, ആദർശേട്ടനും അമ്മയും ടെൻഷൻ അടിച്ചിട്ട് ഒരു വിധവും. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് സ്കാനിങ്ങിന് കയറ്റി കുറേ ടൈം എടുക്കും. സ്കാനിങ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങും. ഇവിടെ സ്കാനിങ്ങിന് കയറ്റിയാലേ നമ്മുടെ അടുത്തൊന്നും പറയില്ല, കാരണം നമുക്കത് കാണുമ്പോൾ ഒന്നും മനസ്സിലാവൂല. നമ്മുടെ അടുത്തൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓക്കെ ആണോ എന്നൊന്നും പറയില്ല. അപ്പോൾ പിന്നെ സ്കാനിങ് കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടണ വരെ എനിക്കും ഭയങ്കര ടെൻഷനാവും കേട്ടോ. പക്ഷേ ഈ റിപ്പോർട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞങ്ങൾ ഗൂഗിൾ ചെയ്തിട്ടും എല്ലാം ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ 6ാമത്തെ ആഴ്ചയിൽ നമുക്ക് ഹാർട്ട് ബീറ്റ് കിട്ടണമെന്നില്ല കേട്ടോ. പക്ഷെ നമ്മുടെ ഇന്നത്തെ റിപ്പോർട്ടിൽ കാർഡിയാക് ഫ്ലിക്കറിംഗ് എന്ന് കണ്ടപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി. കാരണം ജസ്റ്റ് ഒരു തുടിപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും ആദർശനും ഭയങ്കര ഹാപ്പി. ഇടയിൽ ഫുഡ് കഴിക്കാത്ത കാരണം ഞാൻ സൈഡായിട്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മയ്ക്ക് കൊണ്ടുപോയിട്ട് ചായയും ഇതൊക്കെ വാങ്ങിച്ചു. നമ്മൾ ഡോക്ടറെ കണ്ടുമ്പോഴേക്കും നല്ലൊരു ടൈം ആവും. ചില സമയത്ത് നമ്മൾ ഡോക്ടറെ കാണാൻ നിൽക്കുന്ന സമയത്ത് ഡോക്ടർ മറ്റേ റൗണ്ട്സിന് പോയിട്ടുണ്ടാവും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറേ ടൈം എടുക്കും. ഇപ്പം എല്ലാവരുടെയും മുഖത്ത് ഈ സന്തോഷം കാണുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഡോക്ടറിനെയൊക്കെ കണ്ടു, ഉണ്ണിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആണെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ. അതിന് ശേഷം നമ്മളിതേ മരുന്ന് വാങ്ങിക്കാൻ എനിക്കിന്ന് കുറേ ഇഞ്ചക്ഷനൊക്കെ എടുക്കാണ്ട് കേട്ടോ. നമുക്ക് TT എടുക്കാണ്ട്, പിന്നെ ആഴ്ചയിൽ എടുക്കണം ഇഞ്ചക്ഷൻ, 3 വീക്കിലെ ഇഞ്ചക്ഷൻ, അങ്ങനെ കുറേ ഇഞ്ചക്ഷനൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിൽ തുടങ്ങി. വീട്ടിലേക്ക് എത്തിക്കിട്ടണമെങ്കിലും ഒരു സമയം എടുക്കും. ഇവിടുന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഏതാണ്ട് 2 മണിയൊക്കെ ആവും. വീട്ടിലെത്തുമ്പോൾ 4:30-5 മണി ഉറപ്പാണ്. അതുവരെ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ ആകെ സൈഡ് ഔട്ടാണ്. പിന്നെ ഇതിൻ്റെ 8ാമത്തെ ആഴ്ചയിൽ ഞാൻ ഡോക്ടറെ കാണാൻ പോകണ ഒരു വീഡിയോ ആണ് കേട്ടോ. അതിൽ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ പോണ വഴിക്ക് ഛർദ്ദിച്ച് ആകെ ഒരു ഇതായിട്ടുണ്ട് കേട്ടോ. കവറിലൊക്കെ ഞാൻ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോണ വഴിക്ക് നമുക്ക് നല്ല മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതേ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. എന്താ പറയുക, ഛർദ്ദിച്ച കാരണം ഞാൻ ആകെ ഫുൾ സൈഡായിട്ട് കിടപ്പന്നെയായിരുന്നു. ഹോസ്പിറ്റലിൽ എത്താറാകുമ്പോഴേക്കും എൻ്റെ നെഞ്ച് കിടന്ന് ഇടിച്ചോടങ്ങോട്ട്. ഇനി എന്താവും എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 5:45-6 മണിയോട് കൂടിയിട്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്നത്. കാരണം നമ്മളിവിടെ നേരത്തെ എത്തും. ഇവിടെ 9:30-10 മണിയൊക്കെ ആവും സ്കാനിങ്ങിൻ്റെ സംഭവം സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നമ്മൾ എത്രയോ നേരത്തെ വന്നാലാണ് നമ്മളതിനെ ആദ്യം വിളിക്കുക. അത് കാരണം നമ്മളിന്ന് നേരത്തെ ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ നേരത്തെ വിളിക്കുന്ന ഒരു സമാധാനത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ സ്കാനിങ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യം കുറച്ച് കഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മളെ സ്കാനിങ് ചെയ്യുന്ന ഡോക്ടർ മലയാളീസ് അല്ല, അവർ നമ്മുടെ അടുത്തൊന്നും മിണ്ടൊന്നുമില്ല. പിന്നെ അവിടെ റിപ്പോർട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചി ഇരിക്കണ്ടാവുമല്ലോ. ഞാൻ ആളുടെ അടുത്ത് പോയിട്ട് ചോദിക്കുക, ചേച്ചി വല്ല കുഴപ്പമുണ്ടോ എന്താന്നൊക്കെ. അതുവരെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടേ ഭയങ്കര പേടിയാവും. പിന്നെ റിസൾട്ട് കിട്ടണ വരെ നമുക്ക് എന്താ പറയുക, ഒരു സമാധാനക്കേടഞ്ഞാണ്. അങ്ങനെ നമ്മൾ റിസൾട്ടൊക്കെ കിട്ടി തോന്നുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോന്നു കേട്ടോ. എനിക്ക് നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ക്രേവിങ്സോ കാര്യങ്ങളോ ഇപ്പോഴും ഇല്ല കേട്ടോ. ഇന്ന ഫുഡിനോടാണ് താല്പര്യം, ഇന്ന ഫുഡിനോട് ക്രേവിങ്സ് കാര്യങ്ങളൊന്നും എനിക്ക് ഇപ്പോഴും ഒരു ഫീലിങ്സ് ഒന്നുമില്ല. എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും. 4ാം മാസം വരയ്ക്കും ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ഫുഡൊക്കെ ഒന്ന് കഴിച്ചു തുടങ്ങിയത്. പിന്നെ ആദർശേട്ടൻ ജ്യൂസൊക്കെ വാങ്ങിച്ച് വന്നിട്ട് ഞാൻ ആദർശേട്ടൻ പോയിട്ട് പൊറോട്ട കഴിച്ചു. അമ്മയ്ക്ക് വേണ്ട പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് ജ്യൂസ് വാങ്ങിച്ചപ്പോൾ അമ്മ തന്നെ കൊണ്ട് കഴിപ്പിക്കാം കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ കൃപായി ഡോക്ടറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടറിനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാനുണ്ടോ. അങ്ങനെ ഡോക്ടറിനൊക്കെ കാണിച്ച് ഹാർട്ട് ബീറ്റൊക്കെ കേട്ടു, ഉണ്ണിക്കൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഹാപ്പി. ഇനി നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോട്ടോ. നല്ല മരുന്നുണ്ട് ഇവിടെ. അതാണ് എനിക്ക് ആകെ ഒരു ഇതുള്ളത് കേട്ടോ. കുറേ മരുന്ന്, കാരണം ഇവർ അഡ്വാൻസ് ആയിട്ട് നമ്മളെ കൊണ്ട് കുറേ മരുന്ന് കഴിപ്പിക്കും. അങ്ങനെ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ പോവാ. ഇതെൻ്റെ 3rd മന്ത് സ്കാനിങ്ങിന് പോകുന്നത് ഒരു വ്ലോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 5:45 ആകുമ്പോഴേക്കും അമ്മ കഞ്ഞിയും കൂർക്കുപ്പേരും ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ആദർശേട്ടൻ ഒരു കൂട്ടിയിട്ടാ കഞ്ഞി കുടിച്ചേ. കാരണം നമ്മളവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കും സൈഡും അമ്മ അത് അവിടെ പുറപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ കുളിക്ക് കഴിഞ്ഞപ്പോൾ നേരെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിരുന്നു. അമ്മ ഇത് ബാഗിൽ അമ്മയുടെ സാധനങ്ങളല്ല കേട്ടോ, എൻ്റെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കഞ്ഞി വെള്ളം ഉണ്ടാവും, സാധാ വെള്ളം ഉണ്ടാവും, ചൂടുവെള്ളം ഉണ്ടാവും,
മോരുണ്ടാവും, അങ്ങനെ എല്ലാവിധ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എല്ലാ സംഭവം അമ്മ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ യാത്രശേട്ടൻ എവിടെ പോകുമ്പോഴും കാറ് നോക്കണ പോലെ കാറെല്ലാം തുറന്നു നോക്കി വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം സെറ്റാക്കാണ് കേട്ടോ. ഇനി നമ്മൾ അവിടെ എത്തുമ്പോൾ ഏതാണ്ട് ഒരു സമയമാവും. പച്ചതേ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് നന്നായി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇറങ്ങുന്നത്. എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ട്. ഇത് ഈ സ്കാനിങ്ങിൽ നമുക്ക് എല്ലാം ഏറെക്കുറെ എല്ലാം ഒക്കെ അറിയാൻ പറ്റും എന്നല്ലേ പറയാം. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് മരുന്ന് നമുക്ക് കഴിക്കാനുണ്ടാവുന്നു. ഇവിടെ നിന്ന് വെച്ചാൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് നമ്മളെ കൊണ്ട് നന്നായിട്ട് മരുന്ന് കഴിപ്പിക്കും. അതുപോലെ തന്നെ നമുക്ക് ഷുഗർ ഇല്ലെങ്കിലും തൈറോയ്ഡ് ഇല്ലെങ്കിലും ഒക്കെ അതിൻ്റെ ടാബ്ലറ്റ് കഴിക്കാനുണ്ടാവും. പിന്നെ ഒരു വൈസ്ലോ എന്ന് പറഞ്ഞിട്ടൊരു ടാബ്ലറ്റ് ഉണ്ട്. ആ ടാബ്ലറ്റ് എന്ന് വെച്ചാൽ മുന്നേ അബോഷനൊക്കെ ഉണ്ടായതുകൊണ്ട് കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ മേത്ത് നന്നായിട്ട് നീരായിട്ടാണ് ഉണ്ടാവുക. കാരണം ഞാൻ തീരെ ഫുഡ് കഴിച്ചിരുന്നില്ല. കാരണം എനിക്ക് അങ്ങനെ ഛർദിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും എന്നെ കാണുമ്പോൾ എനിക്കൊരു ക്ഷീണം തോന്നിച്ചിരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വൈസ്ലോൺ ടാബ്ലറ്റ് നമ്മൾക്ക് മേത്ത് ഇങ്ങനെ നീര് വെപ്പിക്കണതാണ്. അത് കാരണം എന്നെ കാണുമ്പോൾ എല്ലാവരും അവൾ ഉഷാറാണല്ലോ, പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞ സൈഡാകും. കാരണം എനിക്ക് മര്യാദയ്ക്കുള്ള ഫുഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഛർദ്ദിച്ചിട്ട് അങ്ങനെ ഇടയ്ക്ക് ഞാൻ ചോരടക്കം ഛർദ്ദിച്ചിട്ടുണ്ട്. അങ്ങനെ സ്കാനിങ്ങിനൊക്കെ കയറി ആദർശേൻ്റെ മുഖത്തെ ചിരി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ എല്ലാതും ഓക്കെ ആണെന്നുള്ളൊരിതാണ്. എനിക്ക് ഈ ഒരു മൊമെൻറ്റ് കാണാനാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. കാരണം ആദർശേട്ടനാണ് ആദ്യം സ്കാനിങ് റിപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓടുക. ആദർശേട്ടൻ കണ്ടതിന് ശേഷം ഞാൻ കണ്ടാൽ മതി പറഞ്ഞിട്ട്. അപ്പോൾ ആദർശേട്ടൻ്റെ ഫേസിലത്തെ എക്സ്പ്രഷൻ, ആ ചിരിച്ചിട്ടുള്ള മുഖം കാണാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അങ്ങനെ നമ്മൾ സ്കാനിങ്ങിൽ നമുക്ക് ഏതാണ്ടൊക്കെ ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ മനസ്സിലായപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ വാങ്ങിച്ചു. അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഡോക്ടറെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ 3 മാസം വരെയുള്ള വിശേഷങ്ങളൊക്കെ. ഛർദിയൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു, ഫുൾ സൈഡായിരുന്നു. ഇപ്പം ഞാൻ നൈൽ ഹോസ്പിറ്റലിൽ കേച്ചേരിക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറെ വീഡിയോസ് ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.